വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്ലാസ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് MRP ഇൻപുട്സിനെ കുറിച്ചായിരുന്നു ആൻഡ് ദ എക്സ്പ്ലനേഷൻ ഓഫ് MRP. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ MRP പ്രോസസ്സിങ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോസസ്സിങ് ഓഫ് MRP എന്ന് പറയുമ്പോൾ ഇതിൽ എന്തെല്ലാം രീതികളിലാണ് നമ്മൾ ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്, അതായത് using this different informations culled from the bill of materials and master production schedule and the inventory records file. This MRP system determines the net requirements for our raw materials and component parts and sub-assemblies for each period on the planning horizon. Okay, so as per this details, they are preparing the actual net requirements for the production schedule or production process of the organization. So MRP പ്രോസസ്സിങ്ങിൽ നമ്മൾ ഈ പറയുന്ന ഫൈനൽ റിക്വയർമെൻറ്റ് ഓഫ് ഇൻപുട്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് ജനറേറ്റഡ് ബൈ this MRP process, or as a result of the MRP process what kind of reports are to be generated in this area എന്നുള്ളത് നമുക്ക് നോക്കാം. So the main outputs from MRP എന്ന് പറയുന്നതിൽ and that includes 3 primary reports and 3 secondary reports. Okay, so the first section includes, that is, the primary reports consist of again 3 kind of reports, that are planned order schedules, and then order releases, and then changes to planned orders. ഇങ്ങനെ 3 primary reports ആണ് ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത്, പ്രൈമറി റിപ്പോർട്ടിൽ വരുന്നത് പ്ലാൻഡ് ഓർഡർ ഷെഡ്യൂൾസ് എന്നുള്ളതാണ്. സോ ദാറ്റ് ഔട്ട്ലൈൻ ദ ക്വാണ്ടിറ്റി ആൻഡ് ടൈമിംഗ് ഓഫ് ദി ഫ്യൂച്ചർ മെറ്റീരിയൽ ഓർഡേഴ്സ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫ്യൂച്ചർ മെറ്റീരിയൽ ഓർഡേഴ്സിൻ്റെ ക്വാണ്ടിറ്റി എത്രമാത്രം ആൻഡ് അത് ഏത് ടൈമിൽ നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആവണം തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് പ്ലാൻഡ് ഓർഡർ ഷെഡ്യൂൾസ് എന്നുള്ള ആ ഒരു പ്രൈമറി റിപ്പോർട്ടിൽ വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഹാസ് ഓർഡർ റിലീസസ്, and that authorize the orders to be made. Okay, ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഓതറൈസേഷൻ ആയിരിക്കും ഓർഡർ റിലീസസിൽ ഉൾപ്പെടുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് പ്രൈമറി റിപ്പോർട്ട് ഈസ് ചേഞ്ചസ് ടു പ്ലാൻഡ് ഓർഡേഴ്സ്. So that means, or that might include the cancellations or revisions of the quantity. നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഓർഡേഴ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസലേഷൻസോ റിവിഷൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഓർ ടൈം ഫ്രെയിം അത് നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ഏത് ഈ ഒരു ചേഞ്ചസ് ടു പ്ലാൻഡ് ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിൽ. സോ ദിസ് 3 കൺസിസ്റ്റ് ഓഫ് ദി പ്രൈമറി റിപ്പോർട്ട്സ് ഓഫ് ദിസ് MRP പ്രോസസ്സിംഗ് ഓർ MRP ഔട്ട്പുട്ട്. ആൻഡ് ദി സെക്കൻഡറി റിപ്പോർട്ട്സ്, അതിലേക്ക് പോവാം. സെക്കൻഡറി റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ ദ സെക്കൻഡറി റിപ്പോർട്ട്സ് ജനറേറ്റഡ് ബൈ ദി MRP എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് അഗെയിൻ 3 kinds of reports like performance control reports and planning reports and exception reports. ഇങ്ങനെ 3 തരത്തിലാണ് വരുന്നത്. സോ ഫസ്റ്റ് സെക്കൻഡറി റിപ്പോർട്ട് ഇസ് നോൺ ആസ് ദി പെർഫോമൻസ് കൺട്രോൾ റിപ്പോർട്ട്സ്. ആൻഡ് ദിസ് നെയിം സജസ്റ്റ് എന്താണ്, നമുക്ക് നമ്മളുടെ ഡെലിവറി പീരീഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ്, മിസ്ഡ് ഡെലിവറി ഡേറ്റ്സ് ആവാം, സ്റ്റോക്ക് ഔട്ട്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളതാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ അതേക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ രീതിയിൽ പെർഫോമൻസ് കൺട്രോൾ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിച്ച് ആർ യൂസ്ഡ് ടു ട്രാക്ക് ദ പ്രോബ്ലംസ്. ഓക്കെ, ഈ റിപ്പോർട്ട്സ് വെച്ചിട്ട് ലൈക്ക് ദിസ് മിസ്ഡ് ഡെലിവറി ഡേറ്റ്സ് ആൻഡ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് അവർ ഓവറോൾ സിസ്റ്റം പെർഫോമൻസ്. MRP സിസ്റ്റം പെർഫോമൻസ് പ്രോപ്പർ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പെർഫോമൻസ് കൺട്രോൾ റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. ആൻഡ് ദ secondary report is planning report. Planning report means which can be used in forecasting future inventory requirements. Simple, future inventory requirements forecast ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലാനിങ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്.
And finally, the secondary report is exception report that call for the manager's attention to major problems. Okay, ഈ മാനേജേഴ്സിന് നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, നമ്മളെപ്പോഴും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ല. കാരണം ദേ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് അല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ വർക്ക് ലോഡ് കൂട്ടാനേ അത് ഉപകരിക്കൂ. നമ്മൾ എല്ലാ മൈന്യൂട്ട് പ്രോബ്ലംസും അവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരുടെ വർക്കിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരാം. അപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസിനെ മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ടാക്കിൾ ചെയ്യാനും നോക്കിക്കഴിഞ്ഞാൽ മാനേജേഴ്സിന് കുറേ കൂടി പ്രോപ്പറായിട്ട് അവരുടെ ജോബ് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് ഈ ഒരു എക്സെപ്ഷൻ റിപ്പോർട്ട്സിലൂടെയാണ് മേജർ ഇഷ്യൂസിനെ അവരുടെ അറ്റൻഷനിലേക്ക് പെടുത്തുന്നത്. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് to seek the manager's attention to major problems like this late orders or excessive scrap rates, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ purpose of an exception report എന്ന് പറയുന്നത് എന്തായിരിക്കും, is to highlight the problems when they occur and allowing the management to try to tackle these problems quickly. നമുക്ക് ഏറ്റവും as soon as possible ഈ പ്രോബ്ലംസിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, അതിനെ ബിസിനസ്സിൻ്റെ ആ ഒരു ബിസിനസ് അത് ഓവറായിട്ടുള്ള കോൺസിക്വൻസസിലേക്ക് അതിലേക്ക് പോവാതെ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, ഈ രീതിയിലേക്കാണ് അതിൻ്റെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളുടെ MRPയുടെ ഇൻപുട്ട്സ് 3 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. വിത്ത് ദ ഇൻഫർമേഷൻസ് ഡിറൈവ്ഡ് ഫ്രം ദിസ് 3 ഇൻപുട്ട്സ് നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് ആക്കി ഡിഫറെൻറ്റ് റിപ്പോർട്ട്സിൻ്റെ ഫോമിലാക്കി അതിനെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യണേ. ദെൻ ഇതിനൊരുപാട്, അതായത് MRP പ്രോസസ്സ് എന്ന് പറയുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം 2 sides ഓഫ് ദ കോയിൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അതിന് ഡ്രോബാക്സും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. സോ ദ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് that helping the production managers to minimize inventory levels and the associated carrying cost കേട്ടോ. അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള കോസ്റ്റുകൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ MRP പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജേഴ്സിനെ ഈ ഇൻവെൻറ്ററി ലെവൽസ് ഒരു ലെവലിലും താഴെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് MRP ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തിനാണ് ബിസിനസ്സിൽ ഇൻവെൻറ്ററി ലെവൽസിനെ മിനിമൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മിനിമം ലെവലിലാക്കുന്നത്? ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ സ്പേസ് ഇഷ്യൂസ് ആൻഡ് ഓവർ സ്റ്റോക്ക് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു റിക്വയർഡ് ക്വാണ്ടിറ്റി അതേപോലെ ഒരു മിനിമൈസ്ഡ് ലെവലിൽ ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റ്, ഹോൾഡിങ് കോസ്റ്റ്, ഇങ്ങനെയുള്ള കോസ്റ്റുകളെ, മെയിൻ്റനൻസ് കോസ്റ്റ്, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻവെൻറ്ററി എന്ന് പറയുന്നതിൻ്റെ ലെവൽസ് മിനിമലൈസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് MRP സിസ്റ്റം ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്കിവിടെ എക്സാക്ട് ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് ടു ബി പർച്ചേസ്ഡ് ഇൻ ഫ്യൂച്ചർ എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഔട്ട് ഓഫ് MRP റിപ്പോർട്ട്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ആ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെൻറ്ററി കൂടാതെ അത് കറക്റ്റായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വി ക്യാൻ ട്രാക്ക് ദ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് എന്നുള്ളതാണ്. നമ്മളുടെ ആക്ച്വലി ഇതാണല്ലോ അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ആവശ്യമായ ഇൻപുട്ട് മെറ്റീരിയൽസ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രമാത്രം വേണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് MRPയിലൂടെ ഇറ്റ്സ് വെരി ഈസി. ആൻഡ് ദെൻ നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ പല പ്രൊഡക്ട്സിൻ്റെയും ഫ്യൂച്ചർ കപ്പാസിറ്റി നീഡ്സ് അനുസരിച്ച് പല പ്രൊഡക്റ്റുകളെയും നമുക്ക് പ്രോപ്പറായ രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ്റെ ടൈം ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളത്. അത് ബിക്കോസ് നമ്മളുടെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി, ഫ്യൂച്ചർ ഡിമാൻഡ് മനസ്സിലാക്കി, അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ ടൈം എന്ന് പറയുന്നത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നതുണ്ട്. ദെൻ നമുക്ക് എത്രമാത്രം എമൗണ്ടാണ് സേഫ്റ്റി സ്റ്റോക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുമ്പോഴറിയാമല്ലോ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഈ ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് പോലെ നമ്മൾ കയ്യിൽ വെക്കുന്നതാണ്. അപ്പോൾ അതിനും എന്ത് വേണം, ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി വേണം. അല്ലാതെ ഓവർ സൈസിൽ അത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കണം?
അതേപോലെ ഫ്യൂച്ചർ കപ്പാസിറ്റി നീഡ്സിനനുസരിച്ച് അത് പ്ലാൻ ചെയ്തതിനനുസരിച്ച് പ്രൊഡക്ഷൻ ടൈം പല പ്രൊഡക്റ്റുകളുടെയും ഷെഡ്യൂൾ ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനും പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ MRPയുടെ ബെനിഫിറ്റ്സ് ആണ്. അതേപോലെ there are a large range of people in a manufacturing company that may find the use of MRP information അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനേഴ്സിനാണെങ്കിൽ ദേ ആർ ദി ഒബ്വിയസ് യൂസേഴ്സ് ഓഫ് MRP, റൈറ്റ്. ആസ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് ദേ ഹാവ് ടു ബാലൻസ് ദെയർ വർക്ക് ലോഡ് അക്രോസ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലേ. അപ്പോൾ വർക്ക് ഷെഡ്യൂൾ ചെയ്യാനും വർക്ക് ലോഡ് മാനേജ് ചെയ്യാനും ഒക്കെ പ്രൊഡക്ഷൻ പ്ലാനേഴ്സിന് തീർച്ചയായിട്ടും MRPയുടെ റിസൾട്ട് ആവശ്യമാണ്. അതേപോലെ പ്ലാന്റ് ഫോർമെൻസിന്, പ്ലാന്റ് സൂപ്പർവൈസേഴ്സിനൊക്കെ ആൻഡ് who are responsible for issuing work orders and maintaining their production schedules, they will definitely rely heavily on MRP output. Then other users including this customer service representatives ആണെങ്കിലും ഇവർക്കൊക്കെ അവരുടെ പ്രൊജക്റ്റഡ് ഡെലിവറി ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുന്നതിനും പർച്ചേസിങ് മാനേജേഴ്സിനും ഇൻവെൻട്രി മാനേജേഴ്സിനും ഇവർക്കൊക്കെ ഈ MRPയുടെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ്. Then when it comes to its drawbacks, നമുക്ക് എല്ലാ ഏരിയാസിലും പറയുന്നത് പോലെ തന്നെ MRP systems also have several potential drawbacks. So first thing is this MRP relies upon accurate input information എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ, പ്രോപ്പറായ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡീറ്റെയിൽസ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇൻപുട്ട് ഡീറ്റെയിൽസിൽ ഉണ്ടാവുന്ന ഇൻഅക്യുറസി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി റിഫ്ലക്ട് ദി ഔട്ട്പുട്ട് ഇൻഫർമേഷൻ. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ സ്മോൾ ബിസിനസ്സസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ സ്മോൾ ബിസിനസ് ഹാസ് നോട്ട് മെയിൻറ്റെയിൻഡ് ഗുഡ് ഇൻവെൻറ്ററി റെക്കോർഡ്സ്, അല്ലെങ്കിൽ ഇഫ് ദേ ആർ നോട്ട് അപ്ഡേറ്റഡ് ഇറ്റ്സ് ബിൽ ഓഫ് മെറ്റീരിയൽസ് വിത്ത് ഓൾ റിലവൻറ്റ് ചേഞ്ചസ്, അങ്ങനെ വരുമ്പോൾ ദാറ്റ് മേ എൻകൗണ്ടർ സീരിയസ് പ്രോബ്ലംസ് വിത്ത് ദി ഔട്ട്പുട്ട് ഓഫ് ഇറ്റ്സ് MRP സിസ്റ്റം. അപ്പോൾ നമുക്ക് പ്രോപ്പറായ രീതിയിൽ ഇവോൾവ് ചെയ്ത് വരുന്ന, ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇൻപുട്ട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബിൽ ഓഫ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതല്ലെങ്കിലൊക്കെ നമുക്ക് ആ സെയിം കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ വെച്ച് പ്രോസസ്സ് ചെയ്യുന്ന MRPൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിലും സീരിയസ് പ്രോബ്ലംസ് കണ്ടേക്കാം അല്ലേ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ എന്തൊക്കെ പ്രോബ്ലംസ് അപ്പോൾ അവിടെ വരും? ആൻഡ് ദിസ് പ്രോബ്ലംസ് കുഡ് റേഞ്ച് ഫ്രം ദിസ് മിസ്സിംഗ് പാർട്സ് വരാം, എക്സസീവ് ആയിട്ടുള്ള ഓർഡർ ക്വാണ്ടിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്തു എന്ന് വരാം, ഷെഡ്യൂൾസിൽ ഡിലേയ്സ് സംഭവിക്കാം, ഡെലിവറി ഡേറ്റ്സിൽ മിസ്സായി പോവാം, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ അവിടെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് MRP സിസ്റ്റം എന്ന് പറയുന്നതിന് പ്രോപ്പറായ രീതിയിലുള്ള ഒരു MPS എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. അതേപോലെ ലീഡ് ടൈം എസ്റ്റിമേറ്റ്സ് പ്രോപ്പറായിരിക്കണം. ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ ഏതൊരു ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ആൻഡ് ലോജിസ്റ്റിക്സ് കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് അത് പ്രോപ്പറായ ടൈമിൽ ഓർഡർ ചെയ്യുന്നത് തുടങ്ങി തിരിച്ചെത്തുന്നത് വരെയുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ടൈം ടേക്കൺ ടു റീകൂപ്പ് ദിസ് ഐറ്റം ടു അവർ സ്റ്റോർ, അതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ലീഡ് ടൈം എസ്റ്റിമേറ്റ്സ് പ്രോപ്പർ ആവണം. ലീഡ് ടൈം എപ്പോഴും നമുക്ക് കുറയ്ക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അത് കുറഞ്ഞു കഴിഞ്ഞാലേ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ആൻഡ് കറണ്ട് ഇൻവെൻറ്ററി റെക്കോർഡ്സ് എന്ന് പറയുന്നതൊക്കെ പ്രോപ്പർ അല്ലെങ്കിലും ഈ പറയുന്ന ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് ദെൻ MRP എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം പ്രോസസ്സുകളെല്ലാം തന്നെ ഡിഫിക്കൽട്ടാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെയുള്ള ഒരു ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നതും എക്സ്പെൻസീവ് ഫാക്ടർ എന്ന് പറയുന്നതും, ദാറ്റ് മീൻസ് ഇറ്റ്സ് കോസ്റ്റ്ലി ടു ഇംപ്ലിമെൻറ്റ് ഇതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും. ദെൻ ഒരുപാട് ബിസിനസ്സുകൾ ഈ MRP പ്രോസസ്സുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈം പീരീഡിൽ they face more encounter or they face more resistance from employees when they try to implement this MRP. പുതിയ ചേഞ്ചസ് എപ്പോഴും വരുത്തുമ്പോൾ അതിനെയൊക്കെ എല്ലാവരും ഈക്വലി പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്യണം എന്നില്ല. അതിൽ നെഗറ്റീവ് റെസ്പോൺസസ് ഉണ്ടായാൽ അത് എസ്പെഷ്യലി ഈസ് ഫ്രം ദി പാർട്ട് ഓഫ് എംപ്ലോയീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നെഗറ്റീവ് റിസൾട്ടേ തരൂ. കാരണം വി ഹാവ് ടു കൺവിൻസ് ദം അബൌട്ട് ദ ചേഞ്ചസ് ദാറ്റ് ആർ ഗോയിങ് ടു ഹാപ്പനിങ് ഇൻ ദ ബിസിനസ്. ആൻഡ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്താണ്, നെഗറ്റീവ് സൈഡ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താതെ ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ അതൊരിക്കലും സക്സസ്ഫുൾ ആവില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം തന്നെ ഒരു ഫൈനലല്ല
എന്താ പറയുന്നത്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ ദ കീ ടു മേക്കിംഗ് ആൻ MRP ഇംപ്ലിമെൻറ്റേഷൻ വർക്ക് എന്ന് പറയുന്നത് ഇസ് ടു പ്രൊവൈഡ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ടു ഓൾ ദി എഫക്റ്റഡ് എംപ്ലോയീസ്. അതാണ്, എല്ലാവരിലേക്കും പ്രോപ്പറായ രീതിയിലുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തിയാലേ നമുക്ക് ഈ MRP ആക്ടിവിറ്റീസ് അതിനനുസരിച്ച് സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് MRPൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.